അമേരിക്കയിലേക്ക് അപകടകരമായ പകർച്ചരോഗാണുവിനെ കടത്തിവിട്ട് ചൈന. ചൈനക്കാരായ 2 ഗവേഷകർ അറസ്റ്റിൽ. ചൈന സർവകലാശാലയിൽ ഗവേഷകനായ സുയോങ് ലിയു, സുഹൃത്ത് അമേരിക്കയിലെ മിഷിഗൺ സർവകലാശാലയിലെ ഗവേഷക യുങ് ചിയാൻ എന്നിവരാണ് പിടിയിലായത്. കാർഷിക വിളകൾക്ക് നാശം വിതയ്ക്കുന്ന അപകടകരമായ ഫംഗസാണ് അമേരിക്കയിലേക്ക് കടത്തിയത്. ഗവേഷണ ആവശ്യങ്ങൾക്കാണ് അമേരിക്കയിലേക്ക് രോഗാണുവിനെ കടത്തിയതെന്നാണ് കണ്ടെത്തൽ. ഫുസാറിയം ഗ്രാമിനിയേറിയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫംഗസാണ് വിമാനമാർഗം അവിടേക്ക് എത്തിച്ചത്. ഗോതമ്പ്, ബാർലി, നെല്ല്, ചോളം തുടങ്ങിയവയുടെ കതിരുകളെ ബാധിക്കുന്ന ഫംഗസാണ്. കാർഷിക വിളകൾക്ക് നാശമുണ്ടായാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാകും രാജ്യത്തിനുണ്ടാവുക. ഫംഗസിലെ വിഷവസ്തു മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ അപകടമാണ്. മനുഷ്യർക്ക് ഛർദി, കരളിന് തകരാർ തുടങ്ങിയവയുണ്ടാകാൻ സാധ്യതയുണ്ട്. അറസ്റ്റിലായ 2 പേരും ഫംഗസിനെ സംബന്ധിച്ചുള്ള ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. 2024 ജൂലൈയിൽ അമേരിക്കയിൽ പെൺസുഹൃത്തിനെ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് സുയോങ് ചൈനയിൽ നിന്ന് ഫംഗസ് അമേരിക്കയിലേക്ക് എത്തിച്ചത്. ഡിട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളം വഴിയാണ് അമേരിക്കയിലെത്തിയത്. മിഷിഗൺ സർവകലാശാല ലാബിൽ ഗവേഷണം നടത്താനാണ് കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയിട്ടുണ്ട്. ഗൂഢാലോചന, അമേരിക്കയിലേക്കുള്ള കള്ളക്കടത്ത്, വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.